ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ കാലമായില്ലേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അച്ചസ് ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? ഇത് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയാം നല്ല വിശേഷമാണ് എന്തായാലും. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും അല്ലേ? അപ്പോൾ ഞാനും ആ ഒരു ഹാങ് ഓവറിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ്റെ അല്ല, നമ്മുടെ തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ റിസൾട്ടിലാണ് കേട്ടോ. ഭയങ്കര ഹാങ് ഓവറിലാണ്. നമ്മൾ അത്രയും നാളെ സിനിമയിൽ കണ്ട ഒരാൾ ഇനി ഒരു വലിയ പൊളിറ്റീഷ്യനും ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയി വരുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവല്ലോ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഈശ്വര ജയിക്കണേ. എന്തായാലും സന്തോഷമായി, ജയിച്ചു. അപ്പോൾ നമ്മൾ തമിഴ്നാട് മൊത്തത്തിൽ തൂത്തുവാരി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ അണ്ണൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഇവിടെ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പർ നിങ്ങൾ കുറേ നേരമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെൻ്റെ പറയുന്നത് എന്താണത്? അപ്പോൾ കണ്ടോ, എന്താണെന്നുണ്ടോ? അപ്പോൾ ഇതാണ് തമിഴ്. കണ്ട മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഓവറാക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് തമിഴ് ഇങ്ങനെ എഴുതാൻ പഠിച്ചത്. ഞാൻ വിജയുടെ സിനിമ ഉണ്ടല്ലോ, എത്ര പ്രാവശ്യം കണ്ടതാണെങ്കിലും കണ്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിൽ എഴുതി കാണിക്കില്ല. ഫസ്റ്റ് നമ്മൾക്ക് തുടങ്ങുന്ന മുതലല്ലേ കാണുള്ളൂ. ഫസ്റ്റ് എഴുതി കാണിക്കുന്ന മുതൽ എല്ലാം എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അത് മുഴുവൻ ഞാൻ കാണും. എന്നിട്ട് ഓരോ അക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ഞാൻ അതിങ്ങനെ ഗ്രാസ്പ് ചെയ്യും. എന്നാൽ ഞാൻ എഴുതി തുടങ്ങി. പെട്ടെന്ന് ഞാൻ പഠിച്ചത് തമിഴ് എഴുതാനും വായിക്കാനും. എല്ലാ തമിഴ് സ്കൂളിലായിരിക്കും പഠിച്ചത്, ഇല്ലേ തമിഴ്നാട്ടിലായിരിക്കും ജനിച്ച് വളർന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ഇങ്ങനെ തമിഴ് എഴുതണമെങ്കിൽ. അപ്പോൾ അങ്ങനൊന്നുമല്ല, ഈ തമിഴ് ഞാൻ എഴുതാനും വായിക്കാനും പറയാനൊക്കെ പഠിച്ചത് നമ്മുടെ സ്വന്തം വിജയിൻ്റെ സിനിമ കണ്ടിട്ടാണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതലാണ് വിജയുടെ സിനിമ ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ മുതൽ ഞാനതങ്ങനെ ആലോചിക്കുന്നത്, വിജയിനോട് മാത്രമായിരുന്നില്ല ഇഷ്ടം, തമിഴിനോട് അവിടുത്തെ ആൾക്കാരോട് ഒക്കെ. തമിഴ് കണ്ട് അതിപ്പോൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അപ്പം എനിക്ക് ആ ഒരു ഇഷ്ടം കൊണ്ടാണ്, നമ്മൾ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം, അതിനൊരു വലിയ ഉദാഹരണമാണ് ഞാൻ. കണ്ടോ, എങ്ങനെയാ പറയണ്ടതെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ, പണ്ട് ഞാനില്ലേ ഈ വിജയിൻ്റെ സിനിമ കണ്ട് എനിക്ക് കാണാൻ പാടാട്ടോ, എല്ലാ സിനിമകളും കാണാൻ പാടാ. വിജയിൻ്റെ ഫസ്റ്റ് സിനിമ മുതൽ അപ്പം ഇറങ്ങിയ സിനിമ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും, സിനിമയുടെ പേര്, ഡയറക്ടർ, അതിൽ അഭിനയിക്കുന്ന നായിക, അവരുടെ അമ്മാച്ചനെന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ടുകൾ എല്ലാം. അന്ന് 50 സിനിമ ഏറ്റവും തോന്നുന്നു, 50 സിനിമയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. അതെ, എൻ്റെ ഓർമ്മ ശരിയാണ്. ഇപ്പം ഞാൻ 1-2 നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഇതൊരു ബുക്ക് നിറയെ ഫുള്ള് വിജയിൻ്റെ ഫോട്ടോസ്, പുതിയ ലുക്കിലുള്ള ഫോട്ടോസ്, പാട്ടുകൾ, വിജയിനെ കുറിച്ച് എന്ന് വേണ്ട ഫാമിലി ഫോട്ടോസ് അടക്കം എല്ലാം. അവിടുന്ന് വാടകയ്ക്ക് മാറി ഇങ്ങോട്ടേക്ക് പോയി, ഇവിടുന്ന് വാടകയ്ക്ക് മാറി അങ്ങോട്ടേക്ക് പോയി, ഒന്നും പിന്നെ കാണാനില്ല. വിജയിൻ്റെ ഇന്റർവ്യൂസ് മുഴുവൻ ഇരുന്ന് കാണുമായിരുന്നു. എല്ലാ ഇന്റർവ്യൂസും ഞാൻ ഇരുന്ന് കാണും. അന്നും ഫോണില്ലല്ലോ, TV-യിൽ ഇന്റർവ്യൂസ്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിം അവാർഡ്സിനൊക്കെ വരും, ഏഷ്യാനെറ്റിലൊക്കെ ഫിലിം അവാർഡ്സിന് വരും. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ഒരു ശ്രീനാഥൊക്കെ ഉണ്ട്. അയ്യോ, ശ്രീനാഥന് ഭയങ്കര വിജയിൻ്റെ ഫാനല്ലേ. ആ സമയത്ത് വിജയ് വന്നിട്ട് ശ്രീനാഥിന് ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ ശ്രീനാഥ് പറയും, ഈ കൈ ഞാൻ ഒരിക്കലും കഴുകൂലെന്ന്. അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ അയ്യോ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ കിടക്കുന്ന റൂമിലുണ്ടല്ലോ, ഞാൻ ഇപ്പം ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ആയിരിക്കും കിടക്കുക. അപ്പം നേരെ എണീക്കുന്ന ഓപ്പോസിറ്റുള്ള ചുമരിൽ ഞാൻ വിജയിൻ്റെ വലിയൊരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട്, ദൈവങ്ങളുടെ ഫോട്ടോ ഒന്നും ആ സമയത്ത് എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങി എണീച്ച് ഇങ്ങനെ കണ്ണ് തിരുമ്മിയിട്ട് ഇങ്ങനെ നോക്കുന്നത് വിജയിൻ്റെ ഫോട്ടോയിലേക്കായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ച് വലിയ കളക്ടറായി തമിഴ്നാട്ടിലേക്ക് കളക്ടറായിട്ട് പോകും, എന്നിട്ട് വിജയിൻ്റെ വീട്ടിലേക്ക് പോകും, വിജയിനെ കാണുന്നൊക്കെ. എന്തൊക്കെയായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി സ്വപ്നത്തിൽ വരും. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. നിങ്ങളോട് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ വലുതായിട്ട് തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകും. തമിഴന്മാരെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, എൻ്റെ കുട്ടിക്ക് ഞാൻ വിജയ് എന്ന പേര് വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ ഒരു സമയത്ത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ തമിഴ് ഉണ്ടല്ലോ, അവരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ അവരോട് അങ്ങോട്ട് കയറി സംസാരിക്കും. തമിഴിൽ നല്ല കീച്ചു. അപ്പം അവർ ചോദിക്കും, എപ്പടി നിങ്ങൾ ഇപ്പടി നല്ല തമിഴ് പേസുறீங்கன்னு ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ ഇപ്പടി വിജയോட பெரிய ஃபேன், എനിക്ക് തമിഴ് ரொம்ப പിടിക്കും, തമിഴ് പേசுறவங்கள ரொம்ப പിടിക്കും, അതാ ഞാൻ ഇപ്പടി തമിഴ് പേசுறேன், അങ്ങനെ ഇങ്ങനെ അപ്പടി ഇപ്പടി എല്ലാം പറയും. അപ്പോൾ അങ്ങനെയുണ്ടോ കാര്യം. അയ്യോ, അതൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നിങ്ങനെ നോക്കി ചിരിക്കും. അപ്പോൾ അവർ ചോദിക്കാം, ഫസ്റ്റ് ഞാൻ വലിയ ഷോ കാണിക്കട്ടെ, എനിക്ക് തമിഴ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, അറിയാമെന്നൊക്കെ പറയുമ്പോഴേ പിന്നെ നിനക്ക് അറിയുമെന്ന് എഴുതി കാണിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ നല്ല ഈസി ആയിട്ട് എഴുതി കാണിച്ചെടുക്കും. വല്ല പിന്നെ അപ്പോൾ ഞാൻ പറയും, എടി നീ എങ്ങനെയാണ് തമിഴ് പഠിച്ചത്, എങ്ങനെയാണ് നിനക്ക് തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നതെന്ന് പറയും. പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് അറിയാം, തമിഴ് അത്ര വലിയ ബുദ്ധിമുട്ടല്ലല്ലോ, പറയാൻ സുഖമാണല്ലോ. ഈ എഴുതാനും വായിക്കാനും എന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഭയങ്കര ഷോയൊക്കെ കാണിക്കായിരുന്നു, ഞാൻ അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കട്ടെ ബുക്കിലൊക്കെ. അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുടുംബവും കുട്ടിയും പ്രാരാബ്ദമൊക്കെ ആയപ്പോൾ ആ എഴുത്തും ആ വായനയും ആ തമിഴ് സിനിമ കാണലും ഒക്കെ അങ്ങോട്ട് നിന്നു.
ഒരു പറയണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കുമല്ലോ. ഇതിപ്പോൾ കുറച്ചായിട്ട് എന്തോ സ്വപ്നം കാണും ഇതന്നെയായിരുന്നു പരിപാടി. സ്വപ്നം കണ്ട് മാത്രമൊന്നും ഇരിക്കായിരുന്നില്ല കേട്ടോ. 10ാം ക്ലാസ്സിലും +2ലും 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 80 എബോവ് മാർക്ക് ഉണ്ടായിരുന്നു. +1 +2 എനിക്ക് 90 എബോവ് മാർക്ക് ഉണ്ടായിരുന്നു. ഡിഗ്രിയിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ട് പാസ്സായിട്ട് ഞാൻ ഇങ്ങനെ വെറും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലെങ്കിലും ഞാൻ ആ ഒരു സമയത്ത് സ്വപ്നം കണ്ട് മാത്രം ഇരിക്കാൻ നിങ്ങൾ പറയുന്നത് ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ സിനിമകളും. എത്ര പ്രാവശ്യം വേട്ടക്കാരനൊക്കെ കണ്ടേ കണക്കുണ്ടോ, എത്ര പോക്കിരി, അയ്യോ കണ്ട സിനിമകൾ എന്നെ കാണിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് പ്രാന്തായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരാളെയും ഇത്രത്തോളം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വരെ സംശയമുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതാണിപ്പോൾ വലിയ കാര്യം. എന്തായാലും ഇത് ഞാൻ എഴുതിയതാണ്, ഇത് ഞാൻ എന്തായാലും വായിക്കാം. എന്നാലും ഞാൻ എഴുതിയതല്ലേ, നിങ്ങൾ കേട്ടോ. ഒരു സന്തോഷം കൊണ്ട് എഴുതിയതാണേ, ഞാനത് വായിക്കാട്ടോ. ஹாய் விஜயண்ணா, இன்று நீங்கள் பெற்ற இந்த வெற்றியை பார்க்கும்போது எனக்கு ரொம்ப சந்தோஷமாக இருக்குது. அதுக்கும் மேலே ரொம்ப பெருமையாகவும் கூட இருக்குது. ஒரு தங்கச்சியாக உங்கள் பயணத்தை பார்க்கும்போது நீங்கள் கடந்த பாதை எவ்வளவோ கஷ்டமானது என்று எங்களுக்கு எல்லாருக்கும் தெரியும். அந்த ஒவ்வொரு கஷ்டத்தையும் தாண்டி இன்று எவ்வளவு பெரிய வெற்றியை அடைந்திருப்பது உண்மையிலே பெரிய சந்தோஷமாக இருக்குது. நீங்கள் சாதித்தது ஒரு சாதாரணமான வெற்றி இல்லை. இது உங்கள் மீது மக்கள் வைத்திருக்கும் அன்பின் நம்பிக்கையின் சின்னம். அந்த நம்பிக்கையை நீங்கள் எப்போதும் காப்பாற்றுவீர்கள் என்று எங்களுக்கு நம்பிக்கை இருக்கு. இன்னும் நீங்கள் எட்ட வேண்டிய உயரங்கள் நிறைய இருக்கு. அண்ணா, உங்கள் பாதை எப்போதும் வெற்றியால் நிறையட்டும். அன்புடன் உங்கள் தங்கச்சி അശ്വതി. അപ്പോൾ ഞാനിത് എഴുതിയത് എനിക്ക് എന്താണ് ഒരു സമാധാനം, ഒരു സന്തോഷം. അപ്പോൾ ഒരു സമാധാനമായത്. ഇനിയിപ്പോൾ ഞാനിത് പറയണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഷെയർ ഒക്കെ ചെയ്ത് വിജയൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വന്നേനെ. എന്തായാലും വിജയ് അണ്ണന്, എങ്കിൽ വിജയ് അണ്ണാവക്ക് എന്താ പറയണ്ടോ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.